എല്ലാവർക്കും ജൂതചരിത്രത്തിന്റെ തുടർഭാഗത്തേക്ക് സ്വാഗതം. BC 586 ജെറുസലേം, ജൂതരുടെ വിശുദ്ധ നഗരം. എന്നാൽ കിഴക്ക് ഒരു പുതിയ ശക്തി ഉയർത്തുവരികയായിരുന്നു, ബാബിലോണിയൻ സാമ്രാജ്യം. രാജാവ് നെബുക്കദ്നേസർ രണ്ടാമൻ തന്റെ സൈന്യവുമായി ജെറുസലേമിനെ വളഞ്ഞു. നീണ്ട ഉപരോധത്തിനൊടുവിൽ ജെറുസലേം വീണു. ജൂതരുടെ ഏറ്റവും വിശുദ്ധമായിരുന്ന ആദ്യ ക്ഷേത്രം തകർക്കപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകളെ ബാബിലോണിയയിലേക്ക് തടവുകാരായി കൊണ്ടുപോയി. ഈ സംഭവം ജൂതചരിത്രത്തിലെ ആദ്യത്തെ വലിയ ദേശീയ ദുരന്തമായി കണക്കാക്കപ്പെടുന്നു. സ്വന്തം നാടും ദേവാലയവും ഭരണവും എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത. എന്നാൽ അവർ ഒരു കാര്യം കൈവിട്ടില്ല, സ്വന്തം വിശ്വാസം. ബാബിലോണിൽ ജീവിച്ചിരുന്ന കാലത്ത് ജൂത മതപരമായ ആചാരങ്ങളും ഗ്രന്ഥപഠനവും കൂടുതൽ ശക്തമായി. ഒരു രാജ്യം നഷ്ടപ്പെട്ടിട്ടും ഒരു ജനതയായി നിലനിൽക്കാൻ അവർക്ക് കഴിഞ്ഞു. BC 539 ബാബിലോണിയൻ സാമ്രാജ്യത്തെ പേർഷ്യൻ രാജാവായ സൈറസ് ദ ഗ്രേറ്റ് കീഴടക്കി. അദ്ദേഹം ഒരു ചരിത്രപരമായ തീരുമാനമെടുത്തു. പ്രവാസികളായ ജൂതർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി. ക്ഷേത്രം വീണ്ടും പണിയാനും അനുവാദം നൽകി. ഈ തീരുമാനത്തെ തുടർന്ന് ജെറുസലേമിൽ രണ്ടാം ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. ഇന്നുവരെ ജൂത ചരിത്രത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഭരണാധികാരികളിൽ ഒരാളാണ് സൈറസ്. BC 332 ലോക വിജയത്തിനിറങ്ങിയ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഈ പ്രദേശവും കീഴടക്കി. ഗ്രീക്ക് സംസ്കാരം വ്യാപിച്ചു. ജൂത സമൂഹത്തിനുള്ളിൽ പുതിയ ആശയങ്ങളും പഴയ വിശ്വാസങ്ങളും തമ്മിൽ സംഘർഷം ആരംഭിച്ചു. ഈ കാലഘട്ടത്തിലാണ് പിന്നീട് ഹനുക്ക ആഘോഷത്തിന് കാരണമായ മക്കബായ കലാപം നടന്നത്. അടുത്തതായി ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യമെത്തി, റോം. ജെറുസലേം റോമൻ ഭരണത്തിന് കീഴിലായി. ആദ്യകാലത്ത് സമാധാനമുണ്ടായിരുന്നുവെങ്കിലും കാലക്രമേണ സംഘർഷം ശക്തമായി. ജൂതർ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. റോം അത് അംഗീകരിച്ചില്ല. AD 70 ജൂതകലാപം അടിച്ചമർത്താൻ റോമൻ സൈന്യം ജെറുസലേം ആക്രമിച്ചു. മാസങ്ങളോളം നീണ്ട ഉപരോധത്തിന് ശേഷം നഗരം വീണു. രണ്ടാമത്തെ ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ടു. ഇന്ന് ആ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നിലനിൽക്കുന്നത്. അതാണ് ലോക പ്രശസ്തമായ വെസ്റ്റേൺ വാൾ. ഇത് ജൂതരുടെ ഏറ്റവും വിശുദ്ധമായ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ക്ഷേത്രം നശിച്ചതിനു ശേഷം ലക്ഷക്കണക്കിന് ജൂതർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി കുടിയേറി. ഈ ചരിത്ര സംഭവം ഡയസ്പോറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യൂറോപ്പ്, വടക്കേ ആഫ്രിക്ക, മധ്യപൂർവ്വദേശം, പിന്നീട് ഏഷ്യയിലേക്കും. രാജ്യം നഷ്ടപ്പെട്ടെങ്കിലും അവർ അവരുടെ ഭാഷയും മതവും സംസ്കാരവും തലമുറകളിലൂടെ സംരക്ഷിച്ചു. ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു അതിജീവനമാണിത്. രാജ്യമില്ലാതെ ലോകമെമ്പാടും ചിതറിപ്പോയ ഒരു ജനത. എന്നാൽ അവരുടെ പരീക്ഷണങ്ങൾ അവിടെ അവസാനിച്ചില്ല. വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ അവർ വീണ്ടും പീഡിപ്പിക്കപ്പെട്ടു. യൂറോപ്പിലെ വിവേചനം, മതപരമായ ആക്രമണങ്ങൾ, ഒടുവിൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ കൂട്ടക്കൊലയിലേക്കുള്ള യാത്ര.